ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളി കറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ബട്ടർ ചിക്കനൊക്കെ ഉണ്ടാക്കി ശീലം ഉണ്ടാവും. അതേ സ്റ്റൈലിൽ തന്നെ നമ്മൾ ബട്ടർ എഗ്ഗ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിക്കോട്ടെ, ഡിന്നറിനായിക്കോട്ടെ, ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഒരു അടിപൊളി സൈഡ് ഡിഷാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 3 മുട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആളുകളുടെ കണക്കനുസരിച്ചിട്ട് അളവനുസരിച്ചിട്ട് എല്ലാ ക്വാണ്ടിറ്റിയിലും വ്യത്യാസം വരുത്താവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ മുട്ടയൊക്കെ ഒന്ന് ഇതേപോലെ തൊലി കളഞ്ഞെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം എല്ലാം ഇതുപോലെ ഒന്ന് തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടറിൻ്റെ പകരം നിങ്ങൾക്ക് വേറെ ഇതിൽ ഓയിലാണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ബട്ടറാണ്. കാരണം നമ്മൾ ഇതിൻ്റെ പേര് തന്നെ അങ്ങനെയാണല്ലോ വരുന്നത്. അപ്പോൾ ബട്ടറൊക്കെ ആയതുകൊണ്ട് തന്നെ ഇനി ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കി കൊടുക്കുക, കുറച്ച് കൊടുക്കുക. ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ തീ നമ്മുടെ ഫ്ലെയിം ലോയിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പൊടികളൊക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് ഇളക്കി മിക്സ് ആക്കിയ ശേഷം നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടത്തിലേക്ക് ചേർത്ത് കൊടുക്കണം വേണ്ട. അങ്ങനെ അതും നല്ല രീതിയിൽ ഈ ഒരു മസാലയിൽ മിക്സാക്കി എടുക്കണം. നല്ല രീതിയിലൊന്ന് മസാലയൊക്കെ ഒന്ന് പിടിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. മസാല റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇനി അതിൽ ഒരു കഷ്ണം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഒരു 1.5 ടീസ്പൂൺ അളവിൽ ഒലീവ് ഓയിലും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്ല സൺഫ്ലവർ ഓയിലാണെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് പെട്ടെന്ന് തന്നെ വാടി കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയൊക്കെ ഒന്ന് വഴണ്ട് വരുന്ന ടൈമിൽ നമ്മൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി കൊടുക്കണം. അപ്പോൾ ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് വലിയ സൈസിലുള്ള തക്കാളി അതേപോലെ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വല്ലാണ്ട് നൈസാക്കിയിട്ടല്ല ഒരു വെജിറ്റബിളും അരിഞ്ഞിട്ടുള്ളത്. കാരണം ഇത് നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് വാടി കിട്ടാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ അരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ കുറച്ച് സമയമായിട്ടുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിലോണ്ടൊന്ന് കുത്തി ഉടച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല, വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മളൊരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി മതിയാവും. ഇനി ഒരു ടീസ്പൂൺ അളവിൽ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടിയൊക്കെ കുറച്ച് അളവിൽ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇനി ഇതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കാഷ്യൂനട്ടാണ്. അപ്പോൾ നമ്മൾ ഇത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി. ഞാനിവിടെ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഡയറക്റ്റ് ചേർത്തിട്ട് ഒന്ന് ഈ മസാലയുടെ കൂടെ ഒന്ന് വഴറ്റിയെടുക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഈ മസാലയുടെ കൂടെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കണം. കുറച്ച് നേരം വഴറ്റിയെടുത്താൽ മതി. ഒരു 1-2 മിനിറ്റ് മാത്രം മതി. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഇനി ഇത് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് വെക്കുക. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നല്ല രീതിയിൽ ചൂടാറിയ ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല രീതിയിൽ പേസ്റ്റാക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് കുറച്ച് നേരം നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറിയ ശേഷം മാത്രം അങ്ങനെ ചെയ്യുക. ഇനി നമ്മൾ ഈ സെയിം പാൻ തന്നെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ ഒരു കഷ്ണം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ബട്ടർ നല്ല രീതിയിൽ മെൽറ്റായ ശേഷം ഇതിലേക്ക് ഒരു കഷ്ണം പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2-3 ഗ്രാമ്പു ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ പേസ്റ്റിൻ്റെ ആ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇനി ആ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന്
മിക്സ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം വെന്ത സാധനം ആയതുകൊണ്ട് ഒരുപാട് നേരമൊന്നും ചൂടാക്കി എടുക്കേണ്ടില്ല. ആ ബട്ടറൊക്കെ ഒന്ന് നല്ല രീതിയിൽ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ മുട്ട ചേർത്ത് കൊടുത്തിട്ട് അതേപോലെ നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ആ മസാലയിലൊക്കെ നല്ല രീതിയിൽ നല്ല രീതിയിൽ നമ്മുടെ മുട്ടയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നേരം ഒന്ന് അങ്ങനെ ഇളക്കി അടച്ച് വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മൾ തുറന്ന് നോക്കുന്ന ടൈമിൽ ആ മിക്സൊക്കെ നല്ല രീതിയിൽ തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രഷ് ക്രീമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഫ്രഷ് ക്രീമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മൾ ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തിയും കൂടി മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രഷ് ക്രീമും കസൂരി മേത്തിയാണ് ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത്, ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്നത് ഗോതമ്പ് ദോശയെക്കാട്ടും ഇത് ഉണ്ടാക്കുന്നത്. ഇത് ചപ്പാത്തിക്കും ഗോതമ്പ് ദോശയ്ക്കും എല്ലാവർക്കും എന്താ പറയുക, നല്ല ഒരു കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഗോതമ്പ് ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതാണ് നമ്മൾ ഗോതമ്പ് ദോശ ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ലാസ്റ്റ് ഈ ബട്ടറിൻ്റെ എഗ് കറിയിലേക്ക് നമ്മൾ ലാസ്റ്റ് ഒരു പ്രാവശ്യം കൂടി നമ്മൾ ഫ്രഷ് ക്രീമും കസൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഓപ്ഷണലാണ്. അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രഷ് ക്രീമും അതോടൊപ്പം തന്നെ കുറച്ച് കസൂരി മേത്തിയും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.